ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഈ ഫോട്ടോ നമ്മൾ കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയിട്ടുള്ളതാണ്. 1956 IBM അവരുടെ ആദ്യത്തെ ഹാർഡ് ഡ്രൈവ് ഷിപ്പ് ചെയ്തതിന്റെ ഫോട്ടോ ആണ്. ഏകദേശം 2 റെഫ്രിജറേറ്ററിന്റെ സൈസ് ആയിരുന്നു ഇതിന്. 5 MB ആയിരുന്നു കപ്പാസിറ്റി. എന്താ അല്ലേ? അതെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതും ഇതിനെ പറ്റിയാണ്. ഡിജിറ്റൽ സ്റ്റോറേജുകൾ, അതിന്റെ ഹിസ്റ്ററിയും അത് ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നും. 1971 IBM ആദ്യമായിട്ട് അവരുടെ ഫ്ലോപ്പി ഡിസ്ക് കൊണ്ടുവന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരത് 4 MB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. ഈ കാണുന്ന പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? എന്തോ ഒരു എഞ്ചിന്റെ പോലെ തോന്നുന്നുണ്ട്. ഇത് പക്ഷേ എഞ്ചിൻ അല്ല കേട്ടോ. 1980 IBM അവരുടെ എബോവ് 1 GB ഹാർഡ് ഡ്രൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 2.5 GB വരെയായിരുന്നു ഇതിന്റെ സ്റ്റോറേജ്. ഏകദേശം ഒരു റെഫ്രിജറേറ്ററിന്റെ സൈസ് ഉണ്ടായിരുന്നു. അതായത് 1956 2 ഫ്രിഡ്ജുകളുടെ വലുപ്പം ഉണ്ടായിരുന്ന സ്റ്റോറേജ് ഡിവൈസുകൾ 1980 ആയപ്പോൾ ഒരു ഫ്രിഡ്ജിന്റെ വലുപ്പത്തിലോട്ട് ചുരുങ്ങുകയും സ്റ്റോറേജ് കപ്പാസിറ്റി 2.5 GB വലുതാകുകയും ചെയ്തു. The number of transistors on a piece of silicon will be double every couple of years. ജോർജ് മുറെ, ദി കോ ഫൗണ്ടർ ഓഫ് ഇന്റൽ, 1965 അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്. ഇപ്പോൾ 60 വർഷങ്ങൾക്ക് ശേഷവും ഇത് സ്റ്റിൽ വാലിഡ് ആണ്. 1983 റെഡിമി എന്ന കമ്പനി ആദ്യത്തെ 3.5 ഇഞ്ച് HDD ഇൻട്രൊഡ്യൂസ് ചെയ്തു. 10 MB ആയിരുന്നു അന്നത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി. പിന്നീട് 1985 ആദ്യത്തെ CD-ROM ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏകദേശം 500 MB ആയിരുന്നു സ്റ്റോറേജ് കപ്പാസിറ്റി. 1988 പൈറിടെക് എന്ന് പറയുന്ന കമ്പനി 2.5 ഇഞ്ച് ഫോം ഫാക്ടർ HDDകൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ലാപ്ടോപ്പിൽ വരുന്ന ചെറിയ ഹാർഡ് ഡ്രൈവുകൾ. പക്ഷേ 20 MB ആയിരുന്നു അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. 1991 ആയപ്പോഴേക്കും സാൻഡിസ്ക് ആദ്യത്തെ നമ്മുടെ SSD സ്റ്റോറേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 20 MB തന്നെയായിരുന്നു അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഈ പിക്ചറിൽ കാണുന്നത് പോലെയാണ് നമ്മുടെ HDDയും SSDയും ഓപ്പൺ ചെയ്താൽ കാണുന്നത്. HDDയിൽ മൂവിംഗ് പാർട്ടുകളായ ഡിസ്ക്, റീഡ് ഹെഡ് തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ SSDയിൽ വരുമ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള നാനോ ചിപ്പുകളും കൺട്രോളറുകളുമാണ്. 1996 ആദ്യത്തെ DVD ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4.7 GB. അതൊക്കെ ഒരു കാലം. 2001 ആദ്യത്തെ USB പെൻഡ്രൈവുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനീഷ്യലി അതൊരു 8 MB ആയിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ USBകൾ 1 TB വരെയാണ് സ്റ്റോറേജ്. 2007 ഹിറ്റാച്ചി വേൾഡ് ഫസ്റ്റ് 1 TB HDD ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2011 ആദ്യത്തെ M-SATA SSD ഡ്രൈവുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2012 ആയപ്പോൾ M.2 ഫോം ഫാക്ടർ SSD വന്ന് ഈ M-SATA അങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. 2015 സാംസങ് ഇലക്ട്രോണിക്സ് ആദ്യത്തെ M.2 NVMe PCI SSDs PC മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 ആയപ്പോൾ സാംസങ് അവരുടെ വേൾഡ് ലാർജസ്റ്റ് കപ്പാസിറ്റി SSDs ഇൻട്രൊഡ്യൂസ് ചെയ്തു. 15 TB ആയിരുന്നു അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇപ്പോൾ 2024 100 TB സ്റ്റോറേജ് ഉള്ള SSD സ്റ്റോറേജുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗോർഡൻ ഇമോറെ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ വലിയ സ്റ്റോറേജ് ഉള്ള ഡിവൈസുകൾ ചെറിയ വലുപ്പത്തിൽ മാർക്കറ്റിൽ ഇനിയും വരും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്